അഭിജിത്തിന്റെ വീടാണോ? അതെ, അഭിജിത്തിന്റെ വീടാ. ഞാൻ അഭിജിത്തിന്റെ സ്കൂളിൽ നിന്ന് വരുവാ, ടീച്ചറാ. ടീച്ചർ വാ കയറി നട്ടെ. അഭിജിത്ത് വീടില്ലയോ? അയ്യോ, അവനും അവന്റെ അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ വരെ പോയിക്കോ. എന്താ പറ്റി? അവനെ സ്കൂളിലെ പിള്ളേരെ തെള്ളി കിട്ടുന്നു. ആ കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അവനെ ആരും തെല്ലി ഇട്ടൊന്നുമല്ല. അവൻ 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിന്റെ മണ്ടക്കോട്ട് ചാടി വീണതാ. സത്യസന്ധനായ അവൻ അങ്ങനെയല്ലോ പറഞ്ഞു. അഭിജിത്ത് 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ദേഹത്തോട് വീണത്. എന്നിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? കുട്ടിക്ക് നിസ്സാരമായ പരിക്കേ പറ്റിയിട്ടുള്ളൂ. പക്ഷെ പേരൻസ് അതും പറഞ്ഞ് സ്കൂളിലോട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര വിഷയമായിരുന്നു. ആവശ്യമായിരുന്നു. ഇന്ന് അവനെ കാലി ഞാൻ തല്ലിന്ന് ഓടിക്കുമായിരുന്നു. അതൊന്നും വേണ്ട, പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ക്ലാസ് പഠിക്കാനൊക്കെ മിടുക്കനാവൻ. അവന്റെ അമ്മ ഇവിടെ നല്ലപോലെ പഠിപ്പിക്കും വൈകിട്ടൊക്കെ. അത് കണ്ട് പഠിക്കുന്ന. പക്ഷെ ഒരു ശ്രദ്ധയില്ല. ഈ നടക്കുമ്പോൾ അവൻ വീഴുക, കൂടുള്ളവർ മണ്ടക്കോട്ട് വീഴുക, കഞ്ഞിപ്പുഴ കയറി പാത്രങ്ങളെല്ലാം ഇടുക. പിന്നെ കഴിഞ്ഞ ദിവസം സയൻസ് ഫെയറിന് പിള്ളേരുണ്ടാക്കി വെച്ചേക്കുന്നത് താഴെ ഇട്ട് പൊട്ടിക്കുക. അങ്ങനെ ഒരു ശ്രദ്ധയില്ലാത്ത രീതിയിലാണ് നടക്കുന്നത്. പക്ഷെ എല്ലാവരോടും നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. അത് എന്റെ കണ്ടുപിടിക്കുന്ന. അവൻ ഇവിടെ എങ്ങനെ ടീച്ചറെ? അതുകൊണ്ട് ഈ തിണ്ണയ്ക്കുന്നേ ഇവിടുന്ന് 2ാമത്തെ സ്റ്റെപ്പ് ചവിട്ടത്തില്ല, ഇവിടുന്ന് 3ാമത്തെ സ്റ്റെപ്പ് ചവിട്ടത്തുള്ളൂ. അഭിജിത്ത് ഇനിയും വരാൻ ലേറ്റ് ആവുമല്ലോ, അവരെ കൂടെ കാണാമെന്ന് കരുതിയാ വന്നേ. ഇനി അഭിജിത്തിന്റെ അച്ഛൻ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. മതി മതി. എന്നാ ഞാനങ്ങോട്ട്. ടീച്ചർ എന്തായാലും ടീച്ചർ ആദ്യമായിട്ട് വന്നില്ലേ? ഒരു ഗ്ലാസ് ചായ എന്തെങ്കിലും ഒന്നും വേണ്ട. അല്ലെ, ആദ്യമായിട്ട് വന്നില്ലേ? എന്തെങ്കിലും ഒരു ഒരു ഗ്ലാസ് ചൂടുവെള്ളം മതി. ചൂടുവെള്ളം മതി. അയ്യോ, വീട് മുണ്ടിന്റെ തുമ്പ അറിയാതെ ചവിട്ടിയ ടീച്ചറെ. അത് ടീച്ചറെ ഒരു അരമണിക്കൂറുള്ളിൽ അവർക്ക് എത്തുമായിരുന്നു. ഇത്ര നേരം വെയിറ്റ് ചെയ്യാൻ ടീച്ചറിന് ടൈം ഉണ്ടോ? സമയമുണ്ടോ? വേണ്ട, അവരോട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അവരോട് പറഞ്ഞോളാം, മേലാൽ ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. എന്നാ ടീച്ചറെ വെള്ളം. ടീച്ചറെ, ഞാൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ. അയ്യോ, അവരെ പറഞ്ഞിട്ട് ഒരു കാര്യം. 8 ഓണം 10 ഓണം